നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. വിനി ജൂനിയർ ആഴ്സണലിലേക്ക് പോകുമ്പോൾ റയൽ മാഡ്രിഡിൻ്റെ ആരാധകർ വളരെ ആകാംക്ഷയോട് കൂടിയിട്ട് നോക്കുന്ന കാര്യമാണത്. അദ്ദേഹം റയലുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റൻഷൻ സൈൻ ചെയ്തില്ലെങ്കിൽ ആഴ്സണൽ അദ്ദേഹത്തെ റാഞ്ചി കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. 150 മില്യൺ യൂറോ സെയിലിലൂടെ ലഭിക്കുമെന്നൊരു പ്രതീക്ഷ റയൽ മാഡ്രിഡിനുമുണ്ട്. അപ്പോൾ ഇത്തരം ഒരു ഘട്ടത്തിൽ നാളത്തെ ദിവസം അതിനിർണായകമാണ് എന്ന് റിപ്പോർട്ട് ചെയ്യുന്നു ESPN റിപ്പോർട്ട് അനുസരിച്ച് വിനി ജൂനിയറും റയൽ മാഡ്രിഡും തമ്മിലുള്ള മീറ്റിംഗ് നാളേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. വെനസ്ഡേ, അതായത് നാളേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നു. മാഡ്രിഡിന് അവരുടെ ലേറ്റസ്റ്റ് കോൺട്രാക്ട് റിന്യൂവൽ ഓഫർ ഇനി ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു ഇൻറ്റൻഷനുമില്ല. വിനി ജൂനിയർ 30 മില്യൺ യൂറോ പെർ സീസൺ എന്നുള്ളത് ഡിമാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. മാഡ്രിഡ് ആണെങ്കിൽ 22 മില്യൺ യൂറോ വരെ എത്തിയിട്ടുണ്ട്. ഇനി വർദ്ധിപ്പിക്കാൻ അവർ തയ്യാറല്ല. ഏതായാലും മാഡ്രിഡിലെ ഹെവി വെയ്റ്റ് ഫിഗേഴ്സ് ഇപ്പോൾ പിന്നെ വിൽക്കുന്നതിന് അനുകൂലമാണ് എന്നുകൂടി ESPN റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആഴ്സണലിലെ ഒപ്റ്റിമിസം, അവർ ശുഭാപ്തി വിശ്വാസത്തിലാണ്. അവർ ഒരു 150 മില്യൺ യൂറോ, അറൗണ്ട് 150 മില്യൺ യൂറോക്ക് ഈ ഒരു ട്രാൻസ്ഫർ സാധ്യമാവും എന്നുള്ള പ്രതീക്ഷയിലാണ്. പിന്നീട് അടുത്ത വൃത്തങ്ങൾ ആഴ്സണലുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും ചില സോഴ്സുകളിൽ നിന്ന് ESPN മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അത് സംഭവിച്ചിട്ടുണ്ട്. ബാറ്റയും ആർട്ടിറ്റയും തമ്മിൽ ആർട്ടിറ്റയും ഒക്കെ ഈ ഒരു കോൺവെർസേഷനിൽ ഇൻവോൾവ് ആയിട്ടുണ്ട് എന്നുകൂടി ഇപ്പോൾ ESPN റിപ്പോർട്ട് ചെയ്യുന്നു. വളരെ വിശദമായിട്ട് തന്നെയുള്ള റിപ്പോർട്ടാണ്. അവർ പറയുന്നത് റയൽ മാഡ്രിഡ് ആർ സെറ്റ് ടു മീറ്റ് വിത്ത് വിനി ജൂനിയർസ് representative this week to resume contract renewal talks. Sources have told ESPN, although the club are not prepared to increase their most recent offer to the star എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിപ്പോർട്ടുള്ളത്. കാര്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഡിസ്കസ് ചെയ്ത കാര്യമാണിത്. 30 മില്യൺ യൂറോ, അറൗണ്ട് 30 മില്യൺ യൂറോ എന്നുള്ളത് വിനി ചോദിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ 22 മില്യൺ യൂറോയിൽ നിന്ന് ഒരു ചില്ലി ക്യാഷ് വർദ്ധിപ്പിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് നിലവിൽ റയൽ മാഡ്രിഡ് ഉള്ളത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. താരത്തിൻ്റെ കോൺട്രാക്റ്റ് 2027 സമ്മറിൽ എക്സ്പയർ ആവാൻ പോവുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഫ്രീ ഏജൻ്റായിട്ട് കൈവിടാൻ റയൽ തയ്യാറല്ല. ഒന്നുകിൽ ഇപ്പോൾ കോൺട്രാക്റ്റ് എക്സ്റ്റെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഇപ്പോൾ വിൽക്കുക. ഇതാണ് അവരുടെ ഒരു തീരുമാനം. അപ്പോൾ അതുകൊണ്ട് തന്നെ റയൽ മാഡ്രിഡിൻ്റെ തലപ്പത്തിരിക്കുന്നവർക്ക് ഇനി പോവുകയാണെങ്കിൽ, വിനിയെ സെയിൽ ചെയ്യുകയാണെങ്കിൽ അതിന് ഫേവറബിൾ ആയിട്ടുള്ളൊരു നിലപാട് ഇപ്പോഴുണ്ട് എന്നുകൂടി ESPN റിപ്പോർട്ട്. അതേസമയം ചീഫ് സ്കൗട്ട് ജുനി കലാഫത്ത് ഇപ്പം മാഡ്രിഡ് എക്സിക്യൂട്ടീവ്സിനോട് പറയുന്നത് വിനി ജൂനിയറുടെ റിന്യൂവൽ നടക്കണം എന്നുള്ളതാണ്. അതാണ് ഇപ്പോൾ ചില സോഴ്സുകൾ ഉദ്ധരിച്ചുകൊണ്ട് ESPN പറയുന്നത്. പക്ഷേ വെനസ്ഡേയിലേക്ക്, നാളത്തേക്കുള്ള ആ ഒരു മീറ്റിങ്ങിൽ എന്ത് സംഭവിക്കുമെന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ നാളത്തെ ദിവസം അതിനിർണായകമാണ്. തക്കം പാർത്തിരിപ്പാണ് ആഴ്സണൽ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് എത്താം.